ഇറാൻ ഇസ്രായേൽ ഈ ഒരു യുദ്ധത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് അമേരിക്കയുടെ കടന്നുവരവ്. 2 ആഴ്ച സമയം ട്രംപ് പറഞ്ഞിരുന്നു. 2 ആഴ്ചക്കകത്ത് തീരുമാനം എത്തുമെന്ന് പറഞ്ഞെങ്കിലും 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇറാനിലേക്ക് അവർ ബോംബ് വർഷിച്ചിരിക്കുകയാണ്. ഇറാനെ തരിപ്പണമാക്കിയിരിക്കുകയാണെന്ന് തന്നെ പറയാം. 3 ആണവ നിലയങ്ങളിലാണ് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തായിരിക്കും അമേരിക്കയുടെ ലക്ഷ്യം? ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോകമഹായുദ്ധത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 8-9 ദിവസമായി ഇത് തുടങ്ങിയിട്ട് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ പോര്. അപ്പോൾ ഇന്ന് പുലർച്ചെയാണ് ഇന്ത്യൻ സമയം അമേരിക്ക ഈ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ ഭൂഗർഭ കേന്ദ്രങ്ങളിലേക്ക് വിമാനം B-2 ബോംബർ വിമാനങ്ങൾ ഇറക്കി തകർത്തതെന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്രയേലും US-ഉമായിട്ട് ട്രംപുമായിട്ട് 8-9 മാസത്തിന് മുമ്പ് തുടങ്ങിയ കൂടിയാലോചനയാണിത്. കാരണം ഇറാൻ പലതരത്തിൽ ഇസ്രയേലിനെ ഇങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഹമാസ് പോരിലൂടെ. ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും ഒക്കെ ഇറാനല്ലേ നിരത്തിക്കൊണ്ടു വന്നത്. ഇസ്രായേലിന് ഒരേ സമയം 4 പേരോട് യുദ്ധം ചെയ്യേണ്ട അവസ്ഥയിലെത്തി. അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നമ്മളെല്ലാം പറയുകയുണ്ടായി, ഇറാൻ ഏത് സമയവും ഇസ്രായേലിനെ തിരിച്ചടിക്കും. ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലൊക്കെ തന്നെ ഇറാന് മുന്നറിയിപ്പ് കൊടുത്തതാണ്, നിർത്തിക്കൊള്ളണം എന്നുള്ള രീതിയിൽ. ഇപ്പം ഇസ്രായേൽ ഇറാനെ തിരിച്ചടിക്കുമ്പോൾ നമുക്കറിയാം ഇസ്രായേലിന് അത്രത്തോളം വലിയ സോഴ്സുകളില്ല. അവർക്ക് ആയുധ ശേഖരണത്തിലായാലും സൈനിക ബലത്തിലും ഇറാനോടൊപ്പം പിടിച്ചു നിൽക്കാനുള്ള സോഴ്സുകളില്ല. ഒരുപക്ഷെ ഗാസയെ ആക്രമിച്ചത് അല്ലെങ്കിൽ ഹമാസിനെ ആക്രമിച്ചതുപോലെയല്ല ഇറാനെ ആക്രമിക്കുക, അത്ര നിസ്സാരമല്ല. അമേരിക്കയുടെ പിന്തുണയുണ്ട്. പിന്തുണയോടുകൂടിയാണ് ആദ്യത്തെ ആണവ നിലയങ്ങളിലേക്ക് ഇസ്രായേൽ ഇത്തരത്തിലുള്ള മിസൈലുകൾ വർഷിച്ചു. പക്ഷേ ആ മിസൈലിൻ്റെ ആക്കം വളരെ കുറവായിരുന്നു. അപ്പോൾ വർഷിച്ചു ആണവ നിലയങ്ങളിൽ പതിച്ചെങ്കിലും വലിയ ആഘാതം യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലേക്ക് ചെറിയ ആഘാതങ്ങൾ ഉണ്ടാക്കാനേ സാധിച്ചുള്ളൂ. പക്ഷേ ആ 2 ആഴ്ച കാലയളവ് എനിക്ക് തോന്നുന്നു അമേരിക്ക ട്രംപ് പറഞ്ഞത് ഒന്ന് കൂടിയാലോചിക്കാൻ, അവർക്ക് ഇതിനെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ള 2 ആഴ്ചയായിരിക്കാം അവർ ഉദ്ദേശിച്ചിരുന്നത്. ആ 2 ആഴ്ചയ്ക്ക് ശേഷം ആദ്യത്തെ മിസൈൽ വർഷിച്ചു, അത് അവർക്ക് നശിപ്പിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അവർ കൂടുതലും ലക്ഷ്യമിട്ടത് ഫോർദോ എന്ന് പറയുന്ന ആണവ നിലയത്തിനെയാണെന്ന് തോന്നുന്നു. ഫോർദോയ്ക്കാണ് കുറച്ചുകൂടി ഒരു ക്ഷതം കൊടുത്തത്. ഇപ്പോൾ ഇന്നലെ ആ ഒരു മിസൈൽ ബോംബറുകൾ വർഷിച്ചപ്പോൾ തന്നെ ഫോർദോയ്ക്കാണ് കുറച്ചുകൂടി ഒരു ക്ഷതമേൽപ്പിക്കാൻ അവർ കുറച്ചുകൂടി ശ്രമിച്ചത്. കാരണം ഫോർദോ 2004 ഈ ഒരു ടണൽ നിർമ്മിച്ചത് ഈ പറഞ്ഞതുപോലെ അമേരിക്കയും ഇസ്രായേലും അത് കണ്ടെത്തിയിരുന്നു. കാരണം ഭൂഗർഭ അടിഭാഗത്തൂടെ ടണലുകൾ നിർമ്മിക്കുകയും അവിടെയാണ് ഏകദേശം 255-295 അടി ആഴത്തിൽ അവർ ആ ഒരു ആണവ നിലയം നിർമ്മിക്കുകയും അതിനകത്ത് പുതിയ ആണവ ആയുധം നിർമ്മിക്കുകയും ചെയ്തു. ഈ ആണവ ആയുധം ഒരു പക്ഷേ അമേരിക്ക ഭയന്നിരിക്കാം, ഇസ്രായേൽ ഭയന്നിരിക്കാം, ഒരു പക്ഷേ സൗദി കൂടി ഭയന്നിരിക്കാം. കാരണം അത്തരത്തിൽ വലിയ ഒരു ലോകത്തെ നശിപ്പിക്കത്തക്ക രീതിയിൽ, രാജ്യങ്ങളെ നശിപ്പിക്കത്തക്ക രീതിയിൽ അവരുടെ ഒരു വജ്രായുധം തന്നെയായിരിക്കാം അവർ ഇതിനകത്ത് നിർമ്മിച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വിവരം ലഭിച്ചതിനെ തുടർന്നാണ്. അല്ലാതെ വെറുതെ ഇരുന്ന ഇറാനെ ഇസ്രായേൽ ആക്രമിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് പലപ്പോഴായിട്ട് ഇറാനോട് അമേരിക്ക ട്രംപ് ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചിരുന്നു. നിങ്ങൾ കരാറിൽ ഏർപ്പെടണം, നിങ്ങൾ ഇനി അത് നിർമ്മിക്കാൻ പാടില്ല, അതിൻ്റെ നിർമ്മാണം കൂടുതൽ പുരോഗമിക്കാൻ പാടില്ല, അത് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞത് ഇറാൻ കേട്ടില്ല. അതിനെ തുടർന്നായിരിക്കാം ഈ ഫോർദോയെ കൂടുതൽ ആക്രമിച്ചത്. കാരണം 6 B-2 സ്റ്റെൽത്ത് ബോംബറുകൾ, അതായത് 12 ബങ്കർ ബസ്റ്റർ ബോംബറുകൾ എന്നിവയാണ് അമേരിക്ക ഇന്നലെ നടത്തിയ ആ ഒരു ആക്രമണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ B-2 ബോംബറുകളാണ് ഇതിനകത്ത് ഈ ഫോർദോയെ ലക്ഷ്യമിട്ട് വന്നിരിക്കുന്നത്. 13,000 ഏകദേശം എനിക്കൊന്നു 13,000ഓളം വെയിറ്റാണ് ഇത് വഹിക്കാൻ സാധിക്കുന്നത്. ഇത് ഏകദേശം 200-255 അടി ആഴത്തിലേക്ക് ഏത് മലയും തുളച്ച് കീറി, അതേപോലെ കോൺക്രീറ്റ് പാളികളെ പോലും തുളച്ച് കീറി അകത്ത് പ്രവേശിക്കത്തക്ക രീതിയിലുള്ള ശക്തിയായിട്ടുള്ള ഒരു ബോംബറുകളാണ് ഇത് ഈ അമേരിക്കയുടെ കൈകളിലുള്ളത്. ഇത് 19 എണ്ണമേ ഉള്ളൂ. 19 എണ്ണത്തിലെയാണ് ഇന്നലെ ഈ B-2 ബോംബറുകൾ ഇറാനിലേക്ക് വർഷിച്ചത്.
കാരണം അവരത് എടുക്കുന്നത് ഈ B2 ബോംബറുകൾ അവർ ഉപയോഗിക്കുന്ന എപ്പോഴും അവർ ഉപയോഗിച്ചിട്ടില്ല. കാരണം അവർ നിർണായകമായിട്ടുള്ള ചില സന്ദർഭങ്ങൾ മാത്രമേ ഉപയോഗിക്കൂ. അത് ഇന്നലെ അത് ഇറാനിൽ അത് ഒരു പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും അമേരിക്ക ഇറാനെ ഭയപ്പെട്ടതുകൊണ്ട് മാത്രം നശിപ്പിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അത് ഫോർദോ നാമാവശേഷമായി ആണവ ആ നിലയം നാമാവശേഷമായി എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പക്ഷേ ഇറാൻ പറയുന്നത് അതിന് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള സംഗതികളൊക്കെ അതിന് മുന്നേ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ അവിടെയും ഇനി അമേരിക്കയും ഇസ്രായേലും പേടിക്കേണ്ടതായിട്ടുണ്ട്. 90% ഈ അതായത് ഈ ആണവ സംവിധാനം 90% സമ്പുഷ്ടീകരണം നടന്നിട്ടുണ്ടെങ്കിൽ അത് ആണവായുധമായിട്ട് മാറിക്കഴിഞ്ഞു. അത് ആണവായുധമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇനി അമേരിക്കയും ഇസ്രായേലും പേടിക്കേണ്ടതായിട്ടുണ്ട്. അതല്ല, ഒരു 60% അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത് വലിയ കുഴപ്പമില്ല. കാരണം ഇനിയിപ്പോൾ അവർ തകർത്ത് കളഞ്ഞു. പക്ഷേ കാരണം അവർ ആ ഒരാഴ്ച സമയം അതാണ് ഏകദേശം ഈ ഇറാൻ അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ ആയുധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ഇസ്രായേൽ ഇറാനെ അടിച്ചത്, ആക്രമണം ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇസ്രായേൽ ആക്രമിച്ചത് അത്രയും ആണവായുധ നിലയങ്ങളിലേക്കായിരുന്നു. 3-4 ആണവായുധ നിലയങ്ങളിലേക്കാണ് ആക്രമണം ഉണ്ടായത്. അല്ലാതെ സിവിലിയൻസ് നേരെ വെറുതെ കൊണ്ടുവന്ന് ഇറാൻ ഇടുന്നത് പോലല്ല ഇസ്രായേലിൻ്റെ ഒരു ഇതിൽ തന്നെ ശ്രദ്ധ ചെലുത്തിയാണ് ഇട്ടത്. ഇപ്പോൾ അമേരിക്ക പോലും വേറെ എങ്ങുമല്ല ഇട്ട് അവരുടെ സൈനിക താവളങ്ങളിലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളോ ഒന്നുമല്ല, ആണവ നിലയത്തിലാണ് കൊണ്ടുവന്നിട്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തോ അവിടെ വലിയൊരു പദ്ധതി ഇറാൻ രൂപീകരിച്ചിട്ടുണ്ട്. അത് ഒരു പക്ഷേ ലോകത്തെ തന്നെ നശിപ്പിക്കുന്ന എന്തോ ഒരു സംഗതിയാണ്. അതിനെ അമേരിക്ക ഭയപ്പെട്ടത് കൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിലൊരു പ്രവർത്തനം ഉണ്ടായത്. ഒരു പക്ഷേ UN അടക്കമുള്ള മറ്റുള്ള ഇതെല്ലാം മൗനമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം അറിയാവുന്ന എന്തോ ഒരു സംഗതി ഇറാൻ വിപുലീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തു തന്നെയാലും ഇറാൻ ഇപ്പോൾ തിരിച്ചടിക്കും. കാരണം നമുക്കറിയാം അമേരിക്കയുടെ സൈനിക താവളങ്ങളിൽ എല്ലാം ഇറാൻ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലെല്ലാം തന്നെയുണ്ട് പ്രധാനപ്പെട്ട. ഇറാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ അമേരിക്ക ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ സൈനിക താവളങ്ങൾ തരിപ്പണമാക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം വരെയും ഇറാൻ അതിൽ തൊട്ടിട്ടില്ല, ഇസ്രായേലിനെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് ഇസ്രായേലോട്ട് അമിതമായിട്ടുള്ള മിസൈലുകൾ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെ മാത്രമാണ് നോട്ടമിട്ടിരിക്കുന്നത്. അമേരിക്കയ്ക്കുള്ള അടി ഇനി പിന്നീടായിരിക്കാം വെച്ചേക്കുന്നത്. എന്തായാലും ഇറാൻ ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള നിലപാടിലേക്ക് തന്നെയാണ് പോകുന്നത്. മാത്രമല്ല ഹോർമോസ് എന്ന് പറയുന്ന കടലിടുക്ക് നമുക്കറിയാം ഏറ്റവും അധികം എണ്ണ വിപണിയിലൂടെ ഈ ഒരു ചരക്കുകൾ നീക്കം ചെയ്യുന്നത്, ചരക്കുകൾ പോകുന്ന ഈ ഒരു ഹോർമോസ് എന്ന് പറയുന്ന കട അത് അടയ്ക്കും എന്നുള്ളൊരു ഇറാൻ്റെ അറിയിപ്പുണ്ട്. അങ്ങനെ അത് അടയ്ക്കുവാണെങ്കിൽ വീണ്ടും എല്ലാ രാജ്യങ്ങൾക്കും സൗദി ഉൾപ്പെടെയുള്ള കയറ്റുമതി ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളുടെ നമ്മുടെ ഇന്ത്യക്ക് പോലും സാമ്പത്തികമായിട്ട് വലിയ ക്ഷതമുണ്ടാവാൻ സാധ്യതയുണ്ട്. എണ്ണ വില കുത്തനെ ഉയരാൻ സാധ്യതയുണ്ട്. മറ്റുള്ള ലോക വിപണിയിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങൾ ഇതിലൂടെ വരുന്ന ചരക്ക് കപ്പലുകൾ തടയപ്പെടുകയാണെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റില്ല, നമുക്ക് അങ്ങോട്ടുള്ള കയറ്റുമതി ഒക്കെ അവിടെ സാധ്യമാകത്തില്ല എന്നുള്ള അറിയിപ്പ് വരുന്നു. അങ്ങനെയെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളും ഈ യുദ്ധത്തിലേക്ക് ഒരു നേവൽ യുദ്ധത്തിലേക്ക് ഏർപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അമേരിക്കൻ ഒരു നേവൽ യുദ്ധത്തിലേക്ക് ഏർപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇറാനെ ചുറ്റും നിന്ന് അടിച്ച് തരിപ്പണമാക്കുകയായിരിക്കും. ഇതുവരെ സിവിലിയൻസിന് നേരെയോ ഇറാൻ്റെ മറ്റുള്ള ഒരു ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് നേരെയോ ഇതുവരെ ഇസ്രായേലോ അമേരിക്ക ആക്രമണം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇറാൻ കടുപ്പിക്കുകയാണെങ്കിൽ ഇനി റഷ്യയുടെയും ചൈനയുടെയും നിലപാട് എന്താണ്, സൗദിയ മറ്റുള്ള അറബ് രാജ്യങ്ങളുടെ നിലപാട് എന്താണ്, അതിനെ ആശ്രയിച്ചായിരിക്കും സാർ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള തുടക്കമാണോ എന്നുള്ളത് നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതിയൊക്കെ വെച്ച് സാറിന് ഇതിന് എന്തായിരിക്കും തോന്നുന്നത്? ഇതിൽ ഈ B2 ബോംബർ വിമാനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഈ ശത്രു രാജ്യത്തിൻ്റെ റഡാർ സംവിധാനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇതിന് കഴിയും. അതിൽ ആ ദൃശ്യത്തിലേക്ക് പോകത്തില്ല എന്നുള്ളതാണ്. അപ്പം വ്യോമ പ്രതിരോധം മറിക്കുന്ന തരത്തിലുള്ളതാണ്, ശത്രു രാജ്യങ്ങളുടെ മറിക്കുന്ന തരത്തിലുള്ള പോക്കാണ്. ഏതാണ്ട് 30,000 പൗണ്ട് ഭാരമുണ്ട് എന്നുള്ളതാണ്. ഇപ്പം 3 ആണവ കേന്ദ്രങ്ങളിലേക്കാണ് ഈ B2 ബോംബർ വിമാനം വിട്ടത്. അത് ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്നിങ്ങനെ 3 ആണവ കേന്ദ്രങ്ങളാണ്. ഇത് ആഴത്തിലുള്ള ഭൂഗർഭ കേന്ദ്രങ്ങളിലാണ്, വളരെ ആഴത്തിലാണ്.
അത് ഇപ്പോൾ ആഴത്തിലെ ഭൂമിക്കടിയിലെ സങ്കേതങ്ങൾ തുരന്ന് അങ്ങ് പോവുകയാണ്. എത്രയോ അടി താഴ്ചയിൽ വരെയാണ് ഇത് നിൽക്കുന്നത്. ഇപ്പം തന്നെ ഈ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ നമ്മുടെ പോർവിമാനങ്ങൾ ഇതുപോലെ ഭൂഗർഭ കേന്ദ്രങ്ങളിൽ ഉണ്ട്. ഇപ്പോൾ അംബാല, ആഗ്ര തുടങ്ങിയ വ്യോമതാവളങ്ങളിൽ പിന്നെ ഈ ഇത്തരത്തിലുള്ള, അതായത് ഇന്ത്യയിലെ ചാരസംഘടനകൾക്കും ഭൂമിക്കടിയിൽ ഇത്തരത്തിലുള്ള സംവിധാനം ഉണ്ടെന്നുള്ളതാണ്. അത് പല നിലകളായിട്ടാണ്. പുറത്ത് ഇപ്പോൾ വെറും ഒരു പറമ്പ് പോലെ കിടക്കും, അടിയിൽ പല നിലയങ്ങളായിട്ടാണ് പ്രവർത്തനം നടക്കുന്നത്. ഇതിനേക്കാളും വലിയ സംവിധാനത്തിലായിരിക്കും ഈ ഇറാനിലുള്ള ഈ ഭൂഗർഭ അറകളും ഉള്ളത്. അത് വളരെ താഴ്ന്ന, എത്രയോ അടി താഴ്ചയിലുമാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു നിസ്സാരപ്പെട്ട ഒന്നല്ല എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. ഇറാന് ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുക, നിങ്ങൾ ആദ്യം നിർത്തൂ, യുദ്ധം നിർത്തൂ, എന്നിട്ട് ചർച്ചയ്ക്ക് വന്നാൽ. അമേരിക്ക പെട്ടെന്ന് അടിക്കാൻ തന്നെ കാരണം ഇസ്രായേലിന് ഇനി ഒരു 10 ദിവസം കൂടി അതിജീവിക്കാനുള്ള ആയുധങ്ങളേ ഉള്ളൂ. ഇറാനിന്റെ ഇതിനെ തടുക്കാൻ വേണ്ടി ഒരു 10 ദിവസം. ഇസ്രായേലിനെ സഹായിക്കാൻ എവിടുന്നും ആയുധ സന്നാഹവും കാര്യങ്ങളൊക്കെ അമേരിക്ക ഇരിക്കുകയല്ലേ, അതങ്ങോട്ട് കൊടുക്കും. പിന്നെ സാങ്കേതിക വിദ്യയിൽ ഇസ്രായേലിനെ വെല്ലാൻ പറ്റത്തില്ല. ഇവരുടെ കയ്യിലുള്ള ആയുധങ്ങളെന്നൊക്കെ പറയുന്നതിൽ പഴക്കം ചെന്നതൊക്കെയും ഇറാൻ്റെ കയ്യിൽ. അപ്പോൾ ഈ സാങ്കേതിക വിദ്യയുടെ മേന്മ കൊണ്ടും ആയുധം മഹാഭാരത യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ സൈന്യം ഉണ്ടായിരുന്നത് കൗരവർക്കായിരുന്നു. വിജയം പാണ്ഡവർക്കാണ് സിദ്ധിച്ചത്. സാർ ഈ പറയുന്നോണം പഴയ ആയുധങ്ങളെ ഉള്ളൂ എന്നുണ്ടെങ്കിലും അത് പഴയ ഇറാൻ അവിടെ ശുരുക്ക് കൂട്ടുന്നുണ്ട്. ഇറാൻ ഒരു ഏത് നിമിഷവും ശത്രു രാജ്യത്തെ തൂത്തെറിയത്തക്ക രീതിയിൽ ഹമാസിനെ പിന്തുണയ്ക്കുകയും ഹൂതികളെയൊക്കെ പിന്തുണയ്ക്കുന്ന ഇറാൻ അതിൻ്റെ കോപ്പുകൾ, അതായത് അതിനു വേണ്ടുന്നുള്ള കാര്യങ്ങളെല്ലാം അവർ അണിയറയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കുക. അതായത് ഇന്ത്യക്ക് ഈ 2 രാജ്യങ്ങളും ഒരുപോലെയാണെന്നുള്ളതാണ്. ഒന്നുമായിട്ട് ഇറാനുമായിട്ട് വ്യാപാര ബന്ധങ്ങളാണ്, ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധമാണ്. ഇന്ത്യയെ അവർ വിളിക്കുകയാണ്. ഇക്കാര്യത്തിനകത്ത് ഒരു ദൈവദൂതനായിട്ടാണ് നരേന്ദ്രമോദിയെ കാണുന്നത്. ഇതിനകത്ത് പരിഹാരം കണ്ടെത്തൂ എന്ന് പറയുന്നത്. പല യുദ്ധഭൂമികളിലും നരേന്ദ്രമോദിയുടെ വാക്കുകൾ, ഇന്ത്യയുടെ വാക്കുകൾ നിർണായകമായി മാറുകയും ചെയ്തിട്ടുണ്ട്.